നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ മൂലം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് പൂരാട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെയാണ് പറയുന്നത്. വിഷുഫലം പറയുമ്പോൾ ദേവതാഫലം, ശൂലഷട്കാദി ഫലങ്ങൾ, നക്ഷത്രഫലം എന്നിങ്ങനെ സംയോജിപ്പിച്ചാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ അതുവഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്, തീർത്ഥയാത്ര എന്നാണ് എൻ്റെ പേര്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകളാണ് അതിലൂടെ വരുന്നത്. ആ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൂരാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തിലേക്ക് കിടക്കാം. പൂരാട നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷു വർഷമാണ് വരുന്നത്. ബ്രഹ്മാവ് ദേവതയായതുകൊണ്ട് തന്നെ സർവ ദേവതാ പ്രീതിയാണ് വരുത്തേണ്ടത്. എല്ലാ ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ വരുന്ന ഒരു വർഷകാലം പരമാവധി ദർശനം നടത്തുക. പൂരാട നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ മധ്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കൂടാതെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം, ജനപ്രീതി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കാം. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് നോക്കാം. വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് അതിനു സാധിക്കുന്ന വർഷമാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വർഷമാണ്. വീടൊക്കെ നിർമ്മിക്കുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. മാനസികമായിട്ടുള്ള വിഷമതകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ശ്രദ്ധിക്കുക. വീട്ടിലെ അന്തരീക്ഷത്തിലൊക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കൂടാതെ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുക്കളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ട അവസ്ഥയും വന്നേക്കാം. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് അതൊക്കെ വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന പൂരാട നക്ഷത്രക്കാർക്ക് അതിലൊക്കെ ചില തിരിച്ചടികളും ഉണ്ടായേക്കാം. കൂടാതെ അശ്രദ്ധ മൂലം വീഴ്ച, അപകടം, പരിക്ക് എന്നീ കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. എല്ലാത്തിലും ശ്രദ്ധ വെക്കുക. ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും അതിലൊക്കെ പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന വർഷമാണ്. അതിലൊക്കെ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. മാതാപിതാക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായിട്ടുള്ള യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വീട് നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന വർഷമാണ്. കൂട്ടുകെട്ടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകെട്ടുകൾ മൂലം അപകടങ്ങളൊക്കെ ഉണ്ടായേക്കാം. സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട വർഷമാണ്. എന്നാൽ പലപ്പോഴും പാലിക്കപ്പെടാൻ സാഹചര്യങ്ങൾ വിരുദ്ധമായി വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക, ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൂരാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം എൻ്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.